ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നില്ല കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് നമ്മുടെ ജിംഷിത ദീപക് ഇഷ്യൂ ആയിരുന്നു. ഞാൻ ഈ വീഡിയോ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും തോന്നില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി എന്തും ചെയ്യാന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ എന്തും ആവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഇത്ര ഫോളോവേഴ്സ്, ഒരു 100,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുന്ന ഒരു മൈൻഡ്, ആ മൈൻഡ് ഉള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റത്തെ കാര്യം തന്നെ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ റീച്ച് അത് ഇന്ന് വരും നാളെ പോകും. നിങ്ങൾക്ക് ഒരു 100 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നാളെ ഈ സപ്പോർട്ട് ചെയ്ത ഈ 100 ഫോളോവേഴ്സും നിങ്ങൾക്കെതിരെ തിരിയും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റൈറ്റ്സ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം, അല്ലാണ്ട് ബാക്കിയുള്ളവരെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യേണ്ടത്. ഈ ഷിംജിത എന്ന് പറഞ്ഞ പെങ്കുച്ച് ബസ് കയറിയിട്ട് ഒരാള്, അയാൾ അറ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട്, ആ വീഡിയോനേക്കാളും മുമ്പ് ഞാൻ വേറെ മാസ്ക് ചെയ്തിട്ട് കുറെ പെണ്ണുങ്ങൾ കയറിയിട്ട് ആവശ്യമില്ലാത്ത റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാം. ലൈക്ക് അവർക്കും ഒരു ലൈഫ് ഉണ്ട്. നമ്മൾ എന്തൊരു കാര്യം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10 തവണ ചിന്തിക്കുക, ഓപ്പോസിറ്റ് ഉള്ള ഒരാള് നിൽക്കാൻ സ്ഥലമുണ്ടോ, സ്ഥലം ഇല്ലാണ്ട് അറിയാണ്ട് വന്ന് തട്ടിയതാണോ. ഇപ്പൊ ഞാനാണെങ്കിലും ബസ്സിൽ നിൽക്കുമ്പോൾ ചിലപ്പോ ബസ്സാണ് ഒന്നാമത്തെ കാര്യം, അറിയാണ്ട് തട്ടി മുട്ടിന്നൊക്കെ വരാം. റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ കൊടുക്കുക, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ എന്തായി, അയാൾ മരിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവും. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി ഏതാ തെറ്റ് ഏതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വുമൻസിന് തന്നിരിക്കുന്ന റൈറ്റ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതൊരു അഹങ്കാരമായിട്ട് അത് പിള്ളേർക്കെതിരെ യൂസ് ചെയ്യണത് അത്ര നല്ല പ്രവണതയല്ല ഇപ്പോൾ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത്. പണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു, ലൈക്ക് എന്തിട്ടാലും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാലം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, AI വന്നു. പിന്നെ ആൾക്കാർക്ക് ഫേക്ക് ഏതാ, റീച്ചിന് വേണ്ടി ആൾക്കാർ ചെയ്തു തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എല്ലാവർക്കും വന്നു തുടങ്ങി. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ യൂട്യൂബർ മണവാളൻ, അയാൾ ബോക്സ് ചെയ്തിട്ട് ഒരു ജൂനിയർ ആളെ തോൽപ്പിച്ചത്, അത് വലിയ സംഭവമാക്കി കുട്ടി ആഘോഷിച്ചത്. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ഒരു വിക്ടറി അല്ലെങ്കിൽ ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ചെക്കന്റെ, ആ കുഞ്ഞു ചെക്കന്റെ ജീവിതം പൊലച്ചിട്ട് വേണ്ട. ലൈക്ക് അതൊന്നും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബ്ലർ ആക്കിയിടുക, ഫേസ് റിവീൽ ചെയ്യാണ്ടിരിക്കുക, അല്ലാണ്ട് അയാളുടെ ക്യാരക്ടർ റിവീൽ ചെയ്യാത്ത, ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാത്ത രീതിയിൽ ഇടണം എന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ. മേ ബി ഇപ്പൊ ആ മരിച്ച ദീപക് ആൾക്ക് നല്ലൊരു മനക്കരുത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ആൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്നാൾ നമ്മുടെ കൂടെ ഉണ്ടായേനടോ. ഇത്രയും അധികം ഹേറ്റഡ്, കണ്ണടച്ച് പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം അയാളെ ഇത്ര തളർത്തിയിട്ടുണ്ടാവുക. ദയവ് ചെയ്ത ആൾക്കാരെ എന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ഒരു 10 തവണ ആലോചിക്കുക. ഇന്നത്തെ കാലത്ത് ഞാൻ ശ്രദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാന്ന് വെച്ചാൽ, എന്ത് ചെയ്താലും വി മെൻ ആൻഡ് വുമൻ ആർ ഈക്വൽ ആണ് ഗൈസ്, ഈക്വൽ ആണ്. അതിലൊരു തർക്കവും ഞാൻ പറയുന്നില്ല. ബട്ട് വുമൻസ് അതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കുമ്പോ ആമ്പിള്ളാരുടെ മനസ്സിൽ ലോവലാടോ, ഒന്ന് ഈ പറഞ്ഞ മനക്കെട്ടിയോ അതൊന്നും ഉണ്ടായി എന്ന് വരില്ല. 100-ൽ 5 കേസ് തെറ്റായി എന്ന് വിചാരിച്ചിട്ട് ബാക്കി 95 കേസും നിങ്ങൾ തെറ്റാന്ന് പ്രഖ്യാപിക്കരുത്. ശരിക്കും നമുക്ക് ഒരുമാതിരി വിഷമം തോന്നി. കാരണം എന്റെ അച്ഛന്റെ പ്രായം ഉണ്ട് അയാൾക്ക്. ഞാനാണെങ്കിലും ഓരോ കാര്യങ്ങൾ പഠിച്ചേ വരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് റിവ്യൂസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം വൈറ്റനിങ് ക്രീംസ് എടുത്ത് പ്രൊമോട്ട് ചെയ്തത് എന്റെ ഫ്രണ്ട് എനിക്ക് തന്നപ്പോൾ, അത് ഒരു ഫ്രണ്ട് തുടങ്ങിയ ബിസിനസ് അല്ലേ, ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടല്ലേ എന്ന് വെച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് കിഡ്നിക്ക് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അറിഞ്ഞുകൊണ്ട്. അപ്പൊ ഞാനത് അതേപോലെ തിരുത്തി. അപ്പൊ ആ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മളത് തെറ്റ് പറ്റിയെങ്കിൽ അത് തെറ്റ് പറ്റി എന്ന് പറയാം. അതിലൊരു കുഴപ്പമില്ല. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കേ തെറ്റ് പറ്റൂ, നമ്മള് മനുഷ്യന്മാർക്ക് അത് ക്ഷമിക്കാൻ പറ്റൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ട് എന്നെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് നീ ഇനി തൊട്ട് നാളെ തൊട്ട് വീഡിയോ ഇടണ്ട എന്ന് ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് ആ സമയത്ത് കുറച്ച് കമന്റ്സ് വന്നത്, ലൈക്ക് നിങ്ങൾ 1 day റിവ്യൂ ചെയ്യണേക്കാളും എത്രയോ നല്ലതാണ് 1 month റിവ്യൂ ചെയ്യുന്നത്, സജഷൻസ് അതായിരിക്കും. ഇപ്പൊ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. ലൈക്ക് നല്ലതും പൊട്ടയും AI ഒക്കെ വരുന്നോണ്ട് ആൾക്കാർക്ക് എല്ലാം കൺഫ്യൂഷൻ ആണ്. പണ്ട് എന്തിട്ടോ അത് ആൾക്കാർ വിശ്വസിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ബുദ്ധി ഉണ്ട് ആൾക്കാർക്ക്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ റീച്ചിന് വേണ്ടി ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. എനിക്ക് അത്യാവശ്യം ഒരു മനക്കരുത്തുള്ള ആളാണ്. എന്തും ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാവും, തെറ്റ് തിരുത്താനുള്ളതാണ് എന്നുള്ള മെന്റാലിറ്റി ഉള്ള ആളാണ്. ഇത്രയുള്ള ഗൈസ്, നമുക്ക് എത്ര വലുതായാലും അല്ലെങ്കിൽ എത്ര റീച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 100 ഫോളോവർ ഉള്ള ആൾക്കാണെങ്കിൽ പോലും അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് റീച്ച് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവം ഒന്നുമല്ല. നിങ്ങൾ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങളെ അച്ഛനമ്മമാര് പഠിപ്പിച്ച കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ, എത്തിക്സ്, അത് എന്തിലും ഉണ്ടാവണം, ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അത് നിങ്ങളെ ഉയരത്തിലേ എത്തിക്കുള്ളൂ. കുറെ പേര് പറയും ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. പക്ഷെ ഞാൻ അതൊരിക്കലും വിശ്വസിക്കുന്നില്ല. മേ ബി ലക്ഷ്യത്തിലെത്തിക്കാൻ ആ മാർഗം വളരെ പാടുള്ളതായിരിക്കാം, വളരെ ഒരു സ്ലോ പ്രോസസ് ഉള്ളതായിരിക്കാം. പക്ഷെ ആ സ്ലോ പ്രോസസ് ആണെങ്കിൽ പോലും നിങ്ങൾ വിജയിക്കുള്ളൂ. നല്ലത് ചെയ്യണവർക്ക് എന്നും നല്ലതേ ഉണ്ടാവുള്ളൂ. എന്റെ ചുറ്റുമുള്ള കുറച്ച് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിൽ നീ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് മാറ്റിക്കുന്നതിനെ. എന്തിന് ഗൈസ്? ഇതോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരു പാടായിരിക്കട്ടെ. ഏതും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ്ട് ഒരു സാധനം നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 100 വട്ടം ആലോചിക്കുക, അത് ശരിയാണോ തെറ്റാണോ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇല്ലാണ്ടായി പോണതും ആ ഒരു കഴിവാണ്. ഇനിയെങ്കിലും ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്തോ ഇതെനിക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ ഓക്കെ, ബൈ.